ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രിയാണ് കേട്ടോ. ഇവിടെ വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. അധികൃതർ അറിയാതെയാണോ എന്തോ, അങ്ങനെ തന്നെ അറിയാതെയുള്ളൊരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പിന് നിങ്ങളും ഇരയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വേറൊന്നുമല്ല, നമ്മൾ അതിന് മുമ്പ് ഒന്നുകൂടെ പറയട്ടെ, വീഡിയോ ഇച്ചിരി ലെന്ത് കൂടുതലാണ്, ബോറടിക്കുക. അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക. ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ട് മാത്രം പറയുകയാണ് കേട്ടോ. വിഷയം ഇതാണ്: നമ്മളൊരു എമർജൻസി കേസുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ രോഗിയുടെ കൂടെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൂടെ ഒരാൾ സഹായിക്കാനൊക്കെ വന്ന് കയറിയിട്ട് അയാൾ അങ്ങോട്ട് തെള്ളിയും ഇങ്ങോട്ട് തെള്ളിയും പിടിച്ചും കൈ പിടിച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കിയൊക്കെ കൂടെ വന്നിട്ട് പരുവം നോക്കി നിൽക്കും. സ്കാനിങ്ങിനോ എക്സ്റേക്കോ ബ്ലഡ് പരിശോധനയ്ക്കോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക നമ്മളെ സഹായിച്ച ആളല്ലേ, എന്നാൽ അയാൾ തന്നെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയാളെ ഈ പൈസ കൊടുക്കും. അയാൾ നമ്മളെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രായം ചെന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനൊരു അബദ്ധം പറ്റിയിരിക്കുന്നത്. അപ്പം നമ്മൾ പൈസ കൊടുക്കും. പൈസ കൊടുക്കുന്ന സമയത്ത് ഈ ബിരുദൻ പൈസയായിട്ട് മുങ്ങി ആ പാവം പിടിച്ച ബൈസ്റ്റാൻഡറേയും രോഗിയും പറ്റിച്ചുകൊണ്ട് നല്ല ആരോഗ്യവാനായ നല്ല ചെറുപ്പക്കാരൻ, ജോലിയെടുത്ത് തിന്നാൻ കഴിവുള്ള ചെറുപ്പക്കാരൻ ആ പൈസയായിട്ട് മുങ്ങും. അതാണിപ്പം ഇവിടെ നടക്കുന്നത്. ഇവിടെ സ്ഥിരം നടക്കുന്നൊരു പരിപാടിയാണിത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കൊല്ലം ജില്ലാ മറ്റ് ആശുപത്രികളിലൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് അനുഭവം ഇവിടെ വന്നതുകൊണ്ടാണ് നമ്മൾ കൊല്ലം ജില്ലാ ആശുപത്രിയുടെ കാര്യം പറയുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വരുന്ന പ്രായം ചെന്ന ആൾക്കാരും ഇത് അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ സഹായിക്കാനെന്ന പേരിൽ വ്യാജേന നമ്മുടെ കൂടെ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഈ 10 പൈസ കൊടുത്തിട്ട് നമുക്കൊരു സഹായത്തിന് വേണ്ടി ആവശ്യപ്പെടരുത്. അവർ പൈസയായിട്ട് മുങ്ങും. ഇവിടെ പലർക്കും അനുഭവമുണ്ട്. അതുകൂടാതെ നമ്മളിങ്ങനെ ഈ അവിടുത്തെ കസേരയിലൊക്കെ എവിടെയെങ്കിലും മാറിയിരിക്കുന്ന സമയത്ത്, ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് സുഖമില്ല, മരുന്നിന് പൈസയില്ല, മരുന്നെടുക്കാൻ എഴുതി തന്നു എന്നുള്ളതൊക്കെ വ്യാജേന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊരു പരിപാടി നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറ്റിക്കൽ അങ്ങനെ ഒരെണ്ണം പറ്റി കേട്ടോ. നമ്മൾ ഈ ചാരിറ്റി മൈൻഡ് ഉണ്ടായതിൻ്റെ പേരിൽ പറ്റിപ്പോയതാണ്. പൈസ കയ്യിൽ നിന്ന് പോയതിന് ശേഷമാണ് സെക്യൂരിറ്റി പറഞ്ഞ അവൻ പറ്റിക്കലാണെന്ന്. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് നിർത്തിയിട്ട് ആ പൈസ തിരിച്ച് ചോദിച്ചപ്പം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ്: നീ തന്ന പൈസ നീ എൻ്റെ പോക്കറ്റിൽ നിന്ന് തിരിച്ചെടുത്തോളാം. അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെന്നെ നിയമപരമായിട്ട് ഞാൻ പിടിച്ചുപറിക്കാരനാണെന്നുള്ള രീതിയിലാക്കാൻ അവനെ കൊണ്ട് കഴിയും. പ്രത്യേകിച്ച് CCTV ക്യാമറകളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പണി കിട്ടിയത് തന്നെ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനിയെങ്കിലും നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വരുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാളും ഇനി നല്ലതിനും ചീത്തയെന്നും നമുക്ക് തുറന്നു നോക്കി അറിയാൻ പറ്റത്തില്ല. നമ്മളെ സഹായിക്കാൻ വന്നവരാണെങ്കിൽ സഹായിച്ചിട്ട് പോട്ടെ, സന്തോഷം, നല്ല കാര്യം. അതുപോലെ പൈസ കൊടുത്തിട്ട് ഇന്ന സഹായം ചെയ്യുമെന്നും പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് യാതൊരു കാരണവശാലും അവരിൽ നിന്നൊരു സഹായം വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ ഏതാണ്ട് 100 കണക്കിന് ആൾക്കാരുടെ കഥ എനിക്കിന്ന് കേൾക്കാൻ പറ്റി. ഇനി ഒരാളിലെങ്കിലും നമുക്ക് സഹായിക്കാൻ ഒരു അവസരമാണിതെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നില്ല. ചെറിയൊരു വിഷയം ഇനി അങ്ങോട്ട് ബാക്കിയും കൂടെ കാണിക്കേണ്ട, അതും കൂടെ കാണിച്ചിട്ട് അവസാനിപ്പിക്കാം. ഇത് നമ്മളെ ഫാർമസിയിലേക്ക് പോകുന്ന ഫാർമസി നിൽക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. ഫാർമസി, മരുന്ന് വാങ്ങാൻ വരുന്നവർക്ക് ഇരിക്കാനുള്ള സ്ഥലം. വീടുകളും സ്ഥാപനങ്ങളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ബൈസ്റ്റാൻഡർമാർക്ക്, പുറത്തുള്ള ആൾക്കാർക്ക് മൂത്രമൊഴിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശൗചാലയമാണ് ഈ കാണുന്നത്. വളരെ സന്തോഷം. ഇത്രയും വൃത്തിയായ നല്ലൊരു ശൗചാലയം നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ഉള്ളതിൽ ഹൃദയം നിറഞ്ഞ സന്തോഷം. നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ. നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വൃത്തിയായ ശൗചാലയമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓക്കെ.